പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച്. ഇന്നേ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്തതി അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഫ്രാൻസിലെ ഭരണാധികാരിയായ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച്. ആരംഭിച്ചാലോ? നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത് ഓസ്ട്രിയ എന്ന രാജ്യത്തിന്റെ അധീനതയിലുള്ള കോഴ്സിക്ക ദ്വീപിലായിരുന്നു. 1769 സാധാരണ നെപ്പോളിയൻ ജനിച്ച വർഷമോ തീയതിയോ ചോദിക്കാറില്ല. പക്ഷെ ജനിച്ച സ്ഥലം ചോദിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർമ്മിക്കാനായിട്ട് 1769 ജനിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം 15 തീയതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് 15, അല്ലെ? ഗാന്ധിജി ജനിച്ചത് 1869. അപ്പൊ ഗാന്ധിജി ജനിക്കുന്നതിന് 100 വർഷം മുമ്പാണ് ആര് ജനിച്ചത്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. അല്ലാതെ ഓരോ വർഷവും നമ്മൾ കാണാതെ പിടിച്ചു കഴിഞ്ഞാൽ മറന്നുപോകില്ലേ? അതുകൊണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണേ. അപ്പോ ജനനം കോഴ്സിക്ക ദ്വീപ്. ഏത് രാജ്യത്ത്? ഓസ്ട്രിയ എന്ന രാജ്യത്തിന്റെ അധീനതയിലുള്ള കോഴ്സിക്ക ദ്വീപിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വിശേഷിപ്പിക്കുന്നുണ്ട് എങ്ങനെ? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സന്തതി. ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്ത് ശൈശവ ദിശയിൽ അല്ലെങ്കിൽ കൗമാര കാലഘട്ടത്തായിരുന്നു ആര് ജീവിച്ചിരുന്നേ? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലിറ്റിൽ കോർപ്പറൽ എന്ന് വിളിക്കുന്നു. സാധാരണ ഈ കോർപ്പറൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സൈന്യത്തിലെ പോരാളികളെയാണ്. സൈന്യത്തില് ഒരു സ്ഥാനപ്പേരാണ് കോർപ്പറൽ എന്ന് പറയുക. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ലിറ്റിൽ കോർപ്പറൽ എന്ന് ചോദിച്ചാല് വളരെ ചെറിയ പ്രായത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 30-ാമത്തെ വയസ്സിൽ ഫ്രാൻസ് എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ അധികാര സ്ഥാനത്തിലേറിയ വ്യക്തിത്വമാണ്. അതുകൊണ്ട് ധീര സൈനികനാണ്, അല്ലെങ്കിൽ ധീര നേതാവ് എന്നാണ് ഇദ്ദേഹത്തെ വിളിക്കുക. യുവാവായ നേതാവ് 30-ാമത്തെ വയസ്സിൽ. ഒന്ന് ചിന്തിച്ചേ, 1769 ജനിച്ചു. ഇതാ നോക്കിയേ, 1799 ഈ സ്ലൈഡിൽ ഏറ്റവും അവസാനത്ത് പോയി നോക്കിയേ, 1799 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. വേറെ ആരും അധികാരിയായിട്ട് ഇല്ലായിരുന്നു. ദേശീയ അസംബ്ലി മാത്രമാണ് അധികാരം നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ ഭരണാധികാരിയായിട്ട് ഇദ്ദേഹം അധികാരം പിടിച്ചെടുക്കാം 30-ാമത്തെ വയസ്സിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലിറ്റിൽ കോർപ്പറൽ എന്ന അർത്ഥത്തിൽ വിളിക്കുക. വിധിയുടെ മനുഷ്യൻ. വിധിയാണ് അദ്ദേഹത്തെ ഭരണത്തിലേറ്റിയതും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കിയതെന്നും നിർവചിക്കുന്നു ചരിത്രകാരന്മാർ. അതുകൊണ്ട് അദ്ദേഹത്തെ വിധിയുടെ മനുഷ്യൻ, ഭാഗധേയത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെ? നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെ. ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ആരാണ് ഈ ജസ്റ്റീനിയൻ? ആരാണ് ജസ്റ്റീനിയൻ? റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു ജസ്റ്റീനിയൻ ചക്രവർത്തി. ഈ ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് റോമൻ സാമ്രാജ്യത്തിൽ ആദ്യമായി ഒരു സമ്പൂർണ്ണ നിയമാവലി കൊണ്ടുവരിക. സമ്പൂർണ്ണ നിയമാവലി തയ്യാറാക്കുന്നത് ആരുടെ കാലഘട്ടത്ത്? ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ. നമുക്കറിയാം, ലോകത്തിന്റെ ആദ്യത്തെ നിയമദാതാവ് എന്ന് പറയുന്നത് ആരായിരുന്നു? ഹമ്മുറാബി ആയിരുന്നു, അല്ലെ? ലോകത്തെ ആദ്യത്തെ നിയമദാതാവ് എന്ന് പറയുന്നത് ഹമ്മുറാബിയാണ്. ഹമ്മുറാബിയുടെ നിയമസംഹിത എഴുതി തയ്യാറാക്കിയത് ദുംഗി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹമ്മുറാബി ഹമ്മുറാബിക്ക് വേണ്ടി നിയമം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ദുംഗിയാണ്. നിങ്ങൾ സാധാരണ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിക്കാറുണ്ട്. എന്നാൽ ആദ്യത്തെ സമ്പൂർണ്ണ നിയമാവലി തയ്യാറാക്കുന്നത്, ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സമ്പൂർണ്ണ നിയമാവലി തയ്യാറാക്കുന്നത് ആരാണ്? റോമിലെ ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ്. അതുകൊണ്ടാണ് നിയമപാലനത്തെ അഥവാ ജുഡീഷ്യറിക്ക് ആ പേര് തന്നെ വരുന്നത്, ജസ്റ്റിസ്. ജസ്റ്റീനിയൻ ചക്രവർത്തി തുടക്കം കുറിച്ച സമ്പൂർണ്ണ നിയമാവലി ആയതുകൊണ്ട് നിയമപാലനത്തെ ജസ്റ്റിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചു. ഇപ്പോഴും അത് പിന്തുടരുകയും ചെയ്തു. ഫ്രാൻസില് ആധികാരികമായി ഒരു ഭരണ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് ആരുടെ കാലഘട്ടത്തായിരുന്നു? യഥാർത്ഥത്തില് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കാലഘട്ടത്തിൽ. അതുവരെ കൃത്യമായൊരു ഭരണ സംവിധാനം ഫ്രാൻസിൽ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു വസ്തുനിഷ്ഠമായ, കൃത്യമായ, ഘടനാപരമായ ഭരണം തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് വിളിക്കുക. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു?
നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രാൻസിന്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ചും ഭരണ പശ്ചാത്തലത്തെക്കുറിച്ചും പഠിച്ചു. അവിടെ നമ്മൾ ലൂയി 14 കുറിച്ച് പറഞ്ഞു അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന അധികാരി, രാജാവ്, ചക്രവർത്തിയാണ് ആര്? ലൂയി 14. ഫ്രാൻസിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ആരായിരുന്നു? ലൂയി 14 രാജാവായ ലൂയി 14. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്ത് എന്ത് സംഭവിച്ചു? കുറേയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നു. അദ്ദേഹത്തെ മഹാനായ ബോർബൺ രാജാവ് അല്ലെങ്കിൽ ലൂയി ചക്രവർത്തി എന്നാണ് വിശേഷിപ്പിക്കുക. മഹാനായ ചക്രവർത്തി. എന്നാൽ രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം പുതിയൊരു ഫ്രഞ്ച് രൂപം കൊള്ളുകയാണ്. ഭരണഘടനാപരമായ ഒരു ഫ്രാൻസ് രൂപം കൊള്ളുകയാണ്. ആ ഫ്രാൻസിനെയാണ് നമ്മൾ ആധുനിക ഫ്രാൻസ് എന്ന് വിളിക്കുക. ആ ആധുനിക ഫ്രാൻസിന് അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഏറ്റവും ആദ്യം വികസനത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്ന് വിളിക്കുക. അപ്പോ ഒന്നുകൂടെ നമുക്ക് ഈ സ്ലൈഡ് റിവിഷൻ ചെയ്യാം. എന്തൊക്കെയാ പറയുക? നെപ്പോളിയൻ ബോണപ്പാർട്ട് ജനിച്ചത് കോഴ്സിക്ക ദ്വീപിലാണ്. ഈ കോഴ്സിക്ക ദ്വീപ് ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു? ഓസ്ട്രിയ എന്ന രാജ്യത്തിന്റെ അധീനതയിൽ. ജനിച്ച വർഷം വേണമെന്നില്ല, എങ്കിലും വേണമെങ്കിൽ മനസ്സിലാക്കുക. 1769 ഓഗസ്റ്റ് 15 ജനിക്കുക. വിശേഷണം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ, വിധിയുടെ മനുഷ്യൻ, ഭാഗധേയത്തിന്റെ മനുഷ്യൻ, ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ, ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ കുതിരയായിരുന്നു മരാങ്കോ. കാരണം ഫ്രാൻസിന്റെ യൂറോപ്പിലാകമാനം ഫ്രാൻസിന് ആധിപത്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി, യൂറോപ്പിനാകമാനം ആധിപത്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി യൂറോപ്പിൽ ഫ്രാൻസിനുണ്ടായിരുന്ന ആധിപത്യം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി യുദ്ധങ്ങളിൽ ആര് പങ്കെടുത്തു? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അതുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കുതിരയ്ക്കും പ്രാധാന്യത്തോട് ചോദിക്കാറുണ്ട്. എന്താണ്? മരങ്കോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്താണ്? യൂറോപ്പിൽ ഫ്രാൻസിനുണ്ടായിരുന്ന ആധിപത്യം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി എന്നല്ലേ? എന്നാണ് ഫ്രാൻസിന്റെ ആധിപത്യം നഷ്ടപ്പെട്ടെ? നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞു, ലൂയി 15 കാലഘട്ടത്താണ് എന്ത് നടക്കുക? സപ്തവത്സര യുദ്ധം നടക്കുക. ആ സപ്തവത്സര യുദ്ധത്തെ തുടർന്ന് 1763 പാരീസ് ഉടമ്പടി പ്രകാരം അതുവരെ യൂറോപ്പിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഫ്രാൻസ് ആ ആധിപത്യം ആർക്ക് വിട്ടുകൊടുത്തു? ബ്രിട്ടന് വിട്ടുകൊടുത്തു. ആ ആധിപത്യം തിരിച്ചുപിടിക്കുകയാണ്. ആ ആധിപത്യം തിരിച്ചുപിടിക്കുകയായിരുന്നു ആരുടെ പ്രധാന ലക്ഷ്യം? നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടിയാണ് യൂറോപ്പിലാകമാനം അദ്ദേഹം യുദ്ധം ചെയ്തത്. അതിനുവേണ്ടി ബ്രിട്ടനെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒതുക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അദ്ദേഹം ഒതുക്കണമെന്ന കാര്യപ്രാപ്തിയോടുകൂടി, ആ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പരക്കം പായുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം രാജ്യത്തിന്റെ വികസനത്തിനും അദ്ദേഹം ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു. നമുക്ക് നോക്കാം അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. ഏകാധിപത്യ ഭരണം ആരംഭിച്ചു. എന്തുകൊണ്ടാ? ഭരണം ഒരുപാട് പേരുടെ കയ്യിലായാൽ തന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം. ഏകാധിപത്യ ഭരണം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം നടത്തിയില്ല എന്നാണ് അർത്ഥം. അധികാരം മറ്റാർക്കും വിഭജിച്ച് നൽകിയില്ല എന്നാണ് അർത്ഥം. അല്ലാതെ ജനങ്ങളെ ദ്രോഹിച്ചു എന്ന അർത്ഥമില്ല. അങ്ങനെ എടുക്കരുത്. അധികാര വിഭജനം നടത്തിയില്ല. അധികാര വിഭജനം നടത്തിയില്ല. അതാണ് ഏകാധിപത്യ ഭരണം കൊണ്ട് അർത്ഥമാക്കുക. ജനങ്ങളെ ദ്രോഹിച്ചില്ല. ജനങ്ങൾക്ക് നല്ലതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. നോക്കിയേ, കർഷകരെ കൃഷിഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥരാക്കി മാറ്റി. അതുവരെ കൃഷിഭൂമി ആരാ കൈയാളിയിരുന്നേ? പ്രഭുക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരുന്നു. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. പൊതുകടം ഇല്ലാതാക്കാൻ ഫ്രാൻസിൽ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചത് ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. എന്ന് പറഞ്ഞാൽ മധ്യവർഗം സമ്പന്നരായിരുന്നു അല്ലെ? ഭൂപ്രഭുക്കന്മാർക്കും അത്യാവശ്യ സമ്പത്തുണ്ട്. പൊതുകടമില്ലാക്കാൻ ഫ്രാൻസിന്റെ ആകമാനമുള്ള കടമാണ്. അതുകൊണ്ട് സമ്പത്തുള്ളവർ ഉദാരമായി സംഭാവന ചെയ്യുക. പൊതുകടം ഒഴിവാക്കി കഴിഞ്ഞാൽ സാമ്പത്തിക വികസനം കൊണ്ടുവരാനായിട്ട് കഴിയും എന്നൊരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് തന്നെ ചെറുതും വലുതുമായ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തീരുമാനിച്ചു. അതിനുവേണ്ടി ഉപയോഗിച്ചതായിരുന്നു അല്ലെങ്കിൽ ആരംഭിച്ചതായിരുന്നു സിങ്കിങ് ഫണ്ട്.
ജനങ്ങളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള തുക, നിർബന്ധവുമില്ല, അവർക്ക് ഇഷ്ടമുള്ള തുക തന്ന് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. തുടർന്ന് സാധാരണക്കാർക്ക് ഫണ്ട് എപ്പോഴും ഇല്ലല്ലോ. ഒന്നുകിൽ രാജാവ് കൊടുക്കണം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ കൊടുക്കണം, അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർ കൊടുക്കണം. ജനങ്ങൾക്ക് നേരിട്ട് അവരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടോ കാർഷിക വൃത്തിക്ക് വേണ്ടിയിട്ടോ സമ്പത്ത് ആവശ്യമായി വന്നാൽ അവർക്ക് സമ്പത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഇതിനെ ബാങ്ക് ഓഫ് ഫ്രാൻസ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച് കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തിന് തുടക്കം കുറിച്ചതും ആര് തന്നെയായിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെ. നോക്കി, കർഷകർക്ക് കൃഷിഭൂമി പതിച്ചു നൽകി. അപ്പൊ സ്വാഭാവികമായിട്ട് കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കും. പൊതുകടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് രൂപീകരിച്ച് ഫണ്ട് കളക്ട് ചെയ്ത് അത് ഒരു പരിധിവരെ പൊതുകടം ഇല്ലായ്മ ചെയ്തു. അത് സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ച് സാമ്പത്തിക വിതരണം സുഗമമാക്കി. സാമ്പത്തിക വിതരണം സുഗമമാക്കി. അപ്പൊ സാമ്പത്തിക മേഖല കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു. ഫണ്ട് കൃത്യമായി കിട്ടേണ്ടതൊക്കെ കിട്ടുന്നു, ആവശ്യമുള്ളവർ വാങ്ങുന്നു. അത് പ്രകാരം വ്യവസായം, അതുപോലെ തന്നെ കാർഷിക മേഖല എല്ലാം വികസനത്തിലേക്ക് വരികയാണ്. അങ്ങനെ കാർഷിക മേഖലയും വികസിച്ചു, വ്യവസായവും വികസിച്ചു. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വരികയാണ്. ആ ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? രാജ്യത്താകമാനം എത്തിക്കണ്ടേ? അധികം വരുന്ന ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റൂടെ? അത് സാമ്പത്തിക വളർച്ചയെ സ്വാധീനിക്കില്ലേ? സ്വാധീനിക്കും. അതിനുവേണ്ടി റോഡുകൾ ഉൾപ്പെടെ അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. അടിസ്ഥാന ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. പുരോഹിതന്മാർക്ക് മേൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തി. അവരുടെ ചൂഷണത്തിന് തടയിട്ടു. നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയ നിയമസംഹിത തയ്യാറാക്കി. പുതിയ നിയമസംഹിത തയ്യാറാക്കി. ഈ പുതിയ നിയമസംഹിത തയ്യാറാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് വിളിച്ചത്. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്ലൈഡില് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാ പഠിച്ചേ. ആ വിശേഷണങ്ങൾക്ക് കാരണങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്തുകൊണ്ടാണ് അത് ജസ്റ്റീനിയൻ എന്ന് വിളിക്കുന്നത്? ലോകത്താദ്യമായി ഒരു സമ്പൂർണ്ണ നിയമാവലി തയ്യാറാക്കുന്നത് റോമില് ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ്. അതേ മാതൃക പിൻചെന്നുകൊണ്ട് നിയമങ്ങൾ ക്രോഡീകരിച്ച ഒരു പുതിയ നിയമസംഹിത ഫ്രാൻസിന് വേണ്ടി തയ്യാറാക്കിയത് നെപ്പോളിയൻ ബോണപ്പാർട്ടായിരുന്നു. അതുകൊണ്ടാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ എന്തെന്ന് വിളിക്കുക? ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് വിളിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. പുത്തൻ ഉണർവ് നൽകി രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണടാ നമ്മൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ എന്തെന്ന് വിളിക്കുക? ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്ന് വിളിക്കുക. ഫ്രാൻസിന്റെ ആധിപത്യം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം യൂറോപ്പിലാകമാനം യുദ്ധം നടത്തി ബ്രിട്ടനെ എങ്ങനെയൊക്കെ പരാജയപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലിറ്റിൽ കോർപ്പറൽ എന്നും, അധികാരം ഏറ്റെടുത്തത് 30-ാമത്തെ വയസ്സിൽ, ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം പരാജയപ്പെട്ട് അധികാരത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് വിധിയുടെ മനുഷ്യനെന്നും ഭാഗധേയത്തിന്റെ മനുഷ്യനെന്നും വിളിക്കുക. സെറ്റാണേ, മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അഥവാ സംഭാവനകൾ. ഏകാധിപത്യ ഭരണം ആരംഭിച്ചു, അതായത് അധികാര വിഭജനം ഇല്ലായ്മ ചെയ്തു എന്നർത്ഥം. അല്ലാതെ ജനങ്ങളെ ദ്രോഹിച്ചില്ല. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് അഥവാ സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിച്ചു, അതായത് അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവന്നു. പുരോഹിതന്മാർക്ക് മേൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി. നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയ നിയമസംഹിത ഫ്രാൻസ് എന്ന രാജ്യത്തിന് വേണ്ടി തയ്യാറാക്കി. 1800-ൽ പുതിയൊരു ഗവൺമെന്റ് രൂപീകരിച്ചു. അപ്പൊ എന്നാണ് ഫ്രാൻസിന്റെ അധികാരം ഏറ്റെടുക്കുന്നത്? 1799. 1800-ൽ പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചു. ഈ ഗവൺമെന്റിനെ എന്തെന്ന് പേര് നൽകി? കോൺസുലേറ്റ് എന്ന പേര് നൽകി. ഓക്കെ. അപ്പോ ഫ്രാൻസിന്റെ പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചത് 1800-ലായിരുന്നു. ആ 1800-ൽ രൂപീകരിച്ച ഗവൺമെന്റ് എന്ത് പേരിൽ അറിയപ്പെട്ടു? കോൺസുലേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു. യുവാവായ നെപ്പോളിയൻ ബോണപ്പാർട്ടുമായിട്ട് സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. പക്ഷേ ടിപ്പു സുൽത്താൻ 1799-ല് ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വില്യംസിനോട് പോരാടി കൊല്ലപ്പെട്ടു. നമുക്കറിയാവുന്നതാണ് അല്ലെ? കേരള ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ജാക്കോബിയൻ ക്ലബ് ഓർമ്മയുണ്ടോ? തേർഡ് എസ്റ്റേറ്റിലെ മധ്യവർഗത്തിന്റെ നേതൃത്വത്തിൽ, വിദ്യാസമ്പന്നരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു, റിപ്പബ്ലിക്കൻ ഭരണകൂടം വേണമെന്ന ആവശ്യത്തോടുകൂടി പ്രവർത്തിച്ച പ്രസ്ഥാനമായിരുന്നു, ബുദ്ധിജീവികളുടെ പ്രസ്ഥാനമായിരുന്നു ജാക്കോബിയൻ ക്ലബ്. ആ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരിയായ മൈസൂർ രാജാവായ ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായി പറയുന്ന ഒരു പോയിന്റാ. ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട്
ഫ്രഞ്ച് വിപ്ലവത്തിൽ അധികാര കൈമാറ്റം ഉണ്ടാകുമെന്നും റിപ്പബ്ലിക്കൻ ഭരണരീതി വരും എന്നും അനുകൂലിച്ചുകൊണ്ട് നമ്മുടെ ടിപ്പുവിന്റെ ആസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് ജാക്കോബിയൻ വൃക്ഷം നട്ട വ്യക്തിത്വമാണ് ടിപ്പു സുൽത്താൻ. നമുക്ക് നെപ്പോളിയനിലേക്ക് തിരിച്ചു വരാം. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം ഏറ്റെടുത്തു. 1800 പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചു. തുടർന്ന് 1804 ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് മാറി. 1804 ഫ്രാൻസിന്റെ ചക്രവർത്തിയായി ചുമതലയേറ്റു. എവിടെ വെച്ചാണ് ചക്രവർത്തിയായി മാറിയത്? നോത്രദാം കത്തീഡ്രലിൽ വെച്ച്. നോത്രദാം കത്തീഡ്രലിൽ വെച്ചാണ് ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കുക. ചക്രവർത്തി എന്ന് പറയുമ്പോൾ ഫ്രാൻസ് എന്ന മഹാരാജ്യത്തിന്റെ ഭരണാധികാരി എന്നർത്ഥം. അപ്പോൾ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരം ഏറ്റെടുക്കുന്നത് 1804 നോത്രദാം കത്തീഡ്രലിൽ വെച്ച്. 1806 ബെർലിൻ ശാസനം പുറപ്പെടുവിച്ചു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, യൂറോപ്പില് ഫ്രാൻസിനുണ്ടായിരുന്ന ആധിപത്യം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തിയത് 1756 മുതൽ 63 വരെ നടന്ന സപ്തവത്സര യുദ്ധത്തോടുകൂടിയാണ്. നഷ്ടപ്പെട്ടു പോയ യൂറോപ്പിലെ ആധിപത്യം തിരിച്ചുപിടിക്കുക എന്നതും ടിപ്പുവിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുവാനാണ് 1806 ബെർലിൻ ശാസനം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ 1806 ബെർലിൻ ശാസനം പുറപ്പെടുവിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. എന്തിനു വേണ്ടി? ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടനെതിരെയുള്ള ഉപരോധങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധങ്ങൾക്ക് വേണ്ടി. തിരിച്ച് ബ്രിട്ടനും എന്ത് ചെയ്തു? ഫ്രാൻസിനെതിരെ സാമ്പത്തിക ഉപരോധം നടത്തി. സ്വാഭാവികമാണല്ലോ, അല്ലെ? നെപ്പോളിയൻ ബ്രിട്ടന് മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി, കച്ചവട ഉപരോധം ഏർപ്പെടുത്തി. അപ്പൊ ബ്രിട്ടനും എന്ത് ചെയ്തു? അയൽരാജ്യങ്ങളാണ് ബ്രിട്ടനും ഫ്രാൻസും. അവരെന്ത് ചെയ്തു? തിരിച്ചു ഉപരോധം ഏർപ്പെടുത്തി. സിമ്പിൾ. എങ്കിലും ടിപ്പു ഈ ഫ്രാൻസിന്റെ ആദ്യകാല പ്രതാപ കാലഘട്ടം തിരിച്ചുപിടിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പലപ്പോഴും ആക്രമിച്ചു. എന്തിനു വേണ്ടി? ഫ്രാൻസ് എന്ന രാജ്യം യൂറോപ്പിൽ ആകമാനം ഭരണം നടത്തണമെന്ന് കാഴ്ചപ്പാടോടുകൂടി. പക്ഷെ അവിടെ അദ്ദേഹത്തിന് പരാജയമേറ്റത് റഷ്യയിൽ നിന്നായിരുന്നു. ആ റഷ്യയോട് ഏറ്റുമുട്ടിയതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് തുടക്കം കുറിക്കപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് സൈന്യമൊക്കെ ഛിന്നാഭിന്നമായി പോയി. തിരിച്ചുവരവിന് അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിച്ചു, തിരിച്ചു വന്നു. പക്ഷേ സൈന്യം അത്രത്തോളം ശക്തമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെടുക. എങ്കിലും നമുക്ക് അടുത്ത് പഠിക്കാം. ഒന്ന് റിവിഷൻ ചെയ്ത് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. 1800 പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചു. ആ ഗവൺമെന്റിന് എന്തെന്ന് പേര് നൽകി? കോൺസുലേറ്റ് എന്ന പേര് നൽകി. സൗഹൃദബന്ധമുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. 1804 ഫ്രാൻസിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു, അല്ലെങ്കിൽ അധികാരം ഏറ്റെടുത്തു. ഇവിടെ വെച്ച് നോത്രദാം കത്തീഡ്രലിൽ വെച്ച്. കത്തീഡ്രൽ എന്ന് പറയുന്ന ചർച്ച് കേട്ടോ. ഓക്കെ. 1806 ബെർലിൻ ശാസനം പുറപ്പെടുവിച്ചു. എന്തിനു വേണ്ടി? ബ്രിട്ടനെതിരെയുള്ള ഉപരോധങ്ങളായിരുന്നു ബെർലിൻ ശാസനത്തിൽ. 1812 റഷ്യയെ ആക്രമിച്ചു. 2 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിന് ഒടുവിൽ 1814 നെപ്പോളിയൻ പരാജയപ്പെട്ടു. തുടർന്ന് എൽബാ ദ്വീപിലേക്ക് നെപ്പോളിയനെ നാടുകടത്തി. എൽബാ ദ്വീപിലായിരിക്കുമ്പോൾ പരാജയത്തിന്റെ ആഘാതം മൂലം ഒത്തിരി വിഷമത്തിലായിരുന്നു അദ്ദേഹം. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ഈ ഒരു കഥ പഠിച്ചിട്ടുണ്ടാവും. കുറെ പേരുടെ പേരിൽ ആ കഥ പ്രചരിക്കുന്നുണ്ട്. എങ്കിലും എന്റെ കുട്ടിക്കാലത്ത് സ്കൂളില് നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കഥ എന്ന രീതിയിലാണ് കഥ പറഞ്ഞത്. വേറെ പലരുടെയും പേരിൽ കഥ പറയുന്നുണ്ട് കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, ഇദ്ദേഹം പലായനം ചെയ്തു, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? നാടുകടത്തുകയാണ്. അങ്ങനെ എൽബാ ദ്വീപിലായിരിക്കുമ്പോൾ ഒരു ഗുഹയിലാണ് ഇപ്പൊ ഇദ്ദേഹം ഒളിച്ചു താമസിക്കുക. എന്താണ് തിരിച്ചു വരവെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിരാശനായിരിക്കുമ്പോ ഒരു ചിലന്തി വല നെയ്യുന്നത് ശ്രദ്ധിച്ചു. വല നെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നും. പക്ഷെ നമ്മൾ കാണുന്ന എപ്പോഴാ? വല നെയ്യലിന്റെ അവസാന ഭാഗത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ കാണുക. വല നെയ്തു തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും രണ്ടറ്റമൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ചിലന്തി കൂട്ടി യോജിപ്പിക്കണം ആദ്യം, അല്ലെ? നൂല്. അത് കഴിഞ്ഞിട്ടാണ് റൗണ്ടിലൊക്കെ പണി കഴിപ്പിക്കുക. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നും. പക്ഷേ ഒട്ടനവധി തവണ കഷ്ടപ്പെട്ടിട്ടാണ് വല നിർമ്മാണം ആരംഭിക്കാനായിട്ട് ആർക്ക് കഴിഞ്ഞത്? ചിലന്തിക്ക് കഴിഞ്ഞത്. അപ്പൊ നിരന്തരമായ പരിശ്രമം ഉറപ്പായും വിജയത്തിലെത്തും എന്നൊരു കാഴ്ചപ്പാട് ഈ ചിലന്തിയുടെ കാഴ്ചയിൽ നിന്ന് ആർക്ക് കിട്ടി? നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കിട്ടി.
അങ്ങനെ 1814 നാടുകടത്തപ്പെട്ട എൽബാ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട നെപ്പോളിയൻ ബോണപ്പാർട്ട് സൈനികരെ ഏകീകരിച്ച് വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഫ്രാൻസിന്റെ അധികാരം ഏറ്റെടുത്തു. തുടർന്ന് 1815 ബ്രിട്ടനെ ആക്രമിക്കുന്നു. ഏത് യുദ്ധത്തില്? വാട്ടർലൂ യുദ്ധത്തിൽ. പക്ഷെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ സൈനിക ശക്തിയൊക്കെ കുറഞ്ഞിരുന്നു. റഷ്യയെ പോലോട്ട് പരാജയപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് തന്നെ ബ്രിട്ടനോടും വളരെ പെട്ടെന്ന് പരാജയപ്പെട്ടു പോയി. അതോടുകൂടി നെപ്പോളിയന്റെ അധികാരം, ഭരണം പൂർണ്ണമായി അവസാനിക്കപ്പെട്ടു ഫ്രാൻസിന്റെ ചരിത്ര താളുകളിൽ നിന്ന്. അതുകൊണ്ടാണ് വാട്ടർലൂ യുദ്ധത്തെ അത്രയും പ്രാധാന്യത്തോടുകൂടി ചരിത്രം വിലയിരുത്തുക. PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. വാട്ടർലൂ യുദ്ധം നടന്ന വർഷമെന്ന് 1815 വിജയിച്ചതാര്? ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വെല്ലസ്ലി. ഈ ആർതർ വെല്ലസ്ലി തന്നെയാണടാ അതിനു മുമ്പ് ഇന്ത്യയിൽ സേവനം ചെയ്തിരുന്നത്. നമ്മുടെ നെപ്പോളിയന്റെ സുഹൃത്തായ ടിപ്പുവിനെ പരാജയപ്പെടുത്തി വധിച്ചത് ആർതർ വെല്ലസ്ലിയാണ്. ടിപ്പുവിനോട് സഖ്യം ചേർന്ന് പോരാടാൻ ഉറച്ച പഴശ്ശിരാജയെ പഴശ്ശിരാജയും വധിച്ചത് ആർതർ വെല്ലസ്ലി തന്നെ. ഇവിടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയും ആക്രമിച്ച് പരാജയപ്പെടുത്തുന്നത് ആര് തന്നെ? ആർതർ വെല്ലസ്ലി തന്നെ. അപ്പോ ബ്രിട്ടനെ ആക്രമിച്ചു വാട്ടർലൂ യുദ്ധത്തിൽ. പക്ഷെ ആരോട് പരാജയപ്പെട്ടു? ആർതർ വെല്ലസ്ലിയോട് പരാജയപ്പെടുകയും സെന്റ് ഹെലന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. ഈ ചരിത്രമൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് ഇന്ത്യയിലെ ദേശീയ നേതാക്കൾക്ക് അറിയാമായിരുന്നു. തീർച്ചയായിട്ടും അറിയാമായിരുന്നു. ആർക്കറിയാമായിരുന്നു? നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും പറയുന്നേ? എൽബാ ദ്വീപ് എന്നോ ഫ്രാൻസ് എന്നോ ടിപ്പു എന്നോ നെപ്പോളിയൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയതായിരിക്കും. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഓർമ്മിപ്പിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ സമരമുറയായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ആ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ ആ ഉപ്പ് സത്യാഗ്രഹത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര. എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്കറിയാം 1920-21കളിൽ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം 1922 ഫെബ്രുവരി മാസം 5-ാം തീയതി നടന്ന ചൗരി ചൗര സംഭവത്തിന്റെ ഭാഗമായി ഗാന്ധിജിക്ക് നിർത്തിവെക്കേണ്ടി വരുന്നു. അതോടെ പരാജയപ്പെട്ടു പോയി. തുടർന്ന് അതിശക്തമായി നിയമലംഘന പ്രസ്ഥാനത്തിലൂടെ 1930 ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ തിരിച്ചു വരികയാണ് മറ്റൊരു ദേശീയ സമരവുമായി. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെ എൽബയിൽ നിന്ന് നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കയാത്ര എന്ന രീതിയിൽ സങ്കല്പിക്കുക. അല്ലേ? ഇപ്പൊ ഓർമ്മ വന്നല്ലേ പറഞ്ഞപ്പോ? ബി ഹാപ്പി ഓൾവേസ്. കൂളായിട്ട് പഠിക്കുക. കാര്യം മനസ്സിലാക്കി വെക്കുക. സെന്റൻസ് ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞിരുന്ന കഥകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പരീക്ഷ ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. യെസ് ഇതാണ്. യെസ് യെസ്. ഓക്കെ. ബി ഹാപ്പി ഓൾവേസ്. സന്തോഷത്തോടെ പഠിക്കാം. ഇഷ്ടപ്പെട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ 1812 റഷ്യ ആക്രമിച്ചു. പക്ഷെ 1814 റഷ്യയോട് പരാജയപ്പെടുകയും എൽബാ ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. അതിശക്തമായി തിരിച്ചു വന്ന 1815 ബ്രിട്ടനെ ആക്രമിച്ചു വാട്ടർലൂ യുദ്ധത്തിൽ. പക്ഷേ അവിടെയും ആർതർ വെല്ലസ്ലിയോട് പരാജയപ്പെടുകയും സെന്റ് ഹെലന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു. ഒടുവിൽ 1821 സെന്റ് ഹെലന ദ്വീപിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. അപ്പൊ ജനിച്ചത് എവിടെയാ? കോഴ്സിക്ക ദ്വീപിൽ. റഷ്യയോട് പരാജയപ്പെട്ടപ്പോൾ നാടുകടത്തപ്പെട്ട എവിടെയാ? എൽബാ ദ്വീപിലേക്ക്. റഷ്യയോട് പരാജയപ്പെട്ട എൽബാ ദ്വീപിലേക്ക്, ബ്രിട്ടനോട് പരാജയപ്പെട്ടപ്പോൾ സെന്റ് ഹെലന ദ്വീപിലേക്ക്. പിന്നെ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഉണ്ടായില്ല. അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. ഓക്കെ അല്ലേ? സെറ്റാണെന്ന് കരുതിക്കോട്ടെ. ഗുഡ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ആരാണ്? 1887 വിപ്ലവം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. നാനാ സാഹിബ്. നാനാ സാഹിബിനെയാണ് മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുക. എന്തുകൊണ്ട്? നാനാ സാഹിബ് കാൺപൂരില് ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവത്തിന് തയ്യാറായി. മറ്റ് നാട്ടുരാജ്യങ്ങളെ എന്ത് ചെയ്തു? ഏകീകരിച്ച് യുദ്ധത്തിനായി തയ്യാറായി. പക്ഷേ പരാജയപ്പെട്ടു. നാടുവിടുകയാണ്. പലായനം ചെയ്യുകയാണ്. തുടർന്ന് സൈനികരെ കൂട്ടിയോജിപ്പിച്ച് അതിശക്തമായി രണ്ടാമത് രംഗത്ത് വരുന്നു. വീണ്ടും പരാജയപ്പെട്ടു. 1859 നേപ്പാളിലേക്ക് പലായനം ചെയ്തു.
അപ്പൊ ഒരിക്കൽ പരാജയപ്പെട്ടിട്ടും അതിശക്തമായി തിരിച്ചു വന്ന് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയ വ്യക്തിത്വമാണ് ആര്? നാനാ സാഹിബ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൂന്നാം നെപ്പോളിയൻ എന്ന് വിളിക്കുക. തിരിച്ചു വരാം. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ശവകുടീരം മരിച്ചത് സെന്റ് ഹെലന ദ്വീപിൽ വെച്ചായിരുന്നെങ്കിലും അതിന്റെ മൃതശരീരം സംസ്കരിച്ചത് പാരീസിലായിരുന്നു. ലെസ് ഇൻവാലിഡ്സ് എന്നാണ് ശവകുടീരം അറിയപ്പെടുക. ലെസ് ഇൻവാലിഡ്സ്. ലെസ് ഇൻവാലിഡ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശവകുടീരം പാരീസിൽ. ഇദ്ദേഹം മരണമടഞ്ഞ എവിടെ വെച്ച്? സെന്റ് ഹെലന ദ്വീപിൽ വെച്ച്. റഷ്യയോട് പരാജയപ്പെട്ട് നാടുകടത്തപ്പെട്ടത് എവിടേക്കാ? ഇൽബ ദ്വീപിലേക്ക്. വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് ബ്രിട്ടനോട് പരാജയപ്പെട്ടപ്പോൾ നാടുകടത്തിയത് എങ്ങോട്ടാ? സെന്റ് ഹെലന ദ്വീപിൽ. ജനിച്ചത് എവിടെയാ? കോഴ്സിക്ക ദ്വീപിൽ. കോഴ്സിക്ക ദ്വീപ് ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു? ഏത് രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു? പറഞ്ഞേ. യെസ്, ഓസ്ട്രിയയുടെ അധീനതയിലായിരുന്നു. ഇനി നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പ്രശസ്തമായ വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഫ്രാൻസിലെ ജനതയെ ഒന്നടങ്കം മോട്ടിവേറ്റ് ചെയ്യുവാൻ, അവരുടെ പ്രവർത്തനത്തിലേക്ക് അവരെ ഇറക്കിക്കൊണ്ടുവരുവാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ടിന് കഴിഞ്ഞിരുന്നു. അത്തരം വളരെ ഏറ്റവും പ്രചാരമുള്ള ചില വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് വായിച്ചു വെച്ചാൽ മതി, കിട്ടും. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? നോക്കി, ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഐ ആം ദ സ്റ്റേറ്റ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ലൂയി 14 നമ്മൾ പഠിച്ചു അല്ലേ? ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ഞാനാണ് വിപ്ലവം, ഐ ആം ദ റെവല്യൂഷൻ എന്ന് പറഞ്ഞതാരാ? നെപ്പോളിയൻ ബോണപ്പാർട്ട്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം. നല്ല അമ്മമാരെ തരൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? നല്ല അമ്മമാരാണെങ്കിൽ മക്കളെ നല്ല രീതിയിൽ വളർത്തും. അങ്ങനെ നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന എസ്റ്റേറ്റ് ഒന്നും ഇല്ല നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കാലഘട്ടത്ത്, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം. എങ്കിലും സാധാരണ കുടുംബത്തിൽ ജനിച്ചാലും അമ്മമാർ കൃത്യമായി വളർത്തിയാൽ അവൻ ഏതു വിജയവും നേടിയെടുക്കാൻ പ്രാപ്തനായിരിക്കും. അങ്ങനെയുള്ള ജനങ്ങളുണ്ടെങ്കിൽ ആ രാജ്യം തന്നെ ശക്തമായിട്ട് വളരെ പെട്ടെന്ന് വികസിത രാജ്യമായി മാറുമെന്ന കാഴ്ചപ്പാട്. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഞാൻ പറഞ്ഞു, ബ്രിട്ടന്റെ ആധിപത്യം തകർത്തുകൊണ്ട് യൂറോപ്പിൽ ഫ്രാൻസിന്റെ ആധിപത്യം ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പലപ്പോഴും നേരിട്ട് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തില്ലെങ്കിൽ പോലും ബ്രിട്ടനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചു. അത് ബ്രിട്ടനെ സാമ്പത്തികമായി തളർത്തിയെന്നതും ശരി തന്നെയാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത് 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. ശരിയല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു തെറ്റായ വാർത്ത ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ, ഒരു സാമൂഹിക മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ സമൂഹം ആ വ്യക്തികളെ ക്രൂശിക്കും. പിന്നീട് ആ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും അന്വേഷിക്കില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയെങ്കിൽ, ജുഡീഷ്യറി കുറ്റവിമുക്തനാക്കിയെങ്കിൽ അത് ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ ഷെയർ ചെയ്യുമോ? ഇല്ല. ഒരാൾക്കെതിരെ കുറ്റം ആരോപിക്കുമ്പോൾ അത് ഫോട്ടോ എടുക്കുവാനും വാർത്തകളാക്കുവാനും ചർച്ച ചെയ്യുവാനും സോഷ്യൽ മീഡിയ ഉണ്ട്, പത്രമാധ്യമങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് ജുഡീഷ്യറി, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു വ്യക്തിയെ കുറ്റക്കാരനെന്നോ അല്ലയോ എന്ന് വിധിക്കേണ്ട ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിക്കാണ് അതിന്റെ അധികാരം. ആ ജുഡീഷ്യറി പ്രഖ്യാപിച്ചാൽ ആരാണ് റിപ്പോർട്ട് ചെയ്യുക? ആരും റിപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പത്രമാധ്യമങ്ങൾക്ക് വളരെ മൂല്യമുണ്ട്. അത് ശരിയായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് വാൺ ചെയ്യാണ് അവിടെ. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് മേൽ കർശനമായ നിയന്ത്രണമാണ് ഏകാധിപത്യ ഭരണത്തിലൂടെ ആര് കൊണ്ടുവരുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊണ്ടുവരുന്നത്. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല. അത് ശരിയല്ലേ? ഒരേ ഒരു പോസ്റ്റേ ഉള്ളൂ. അവിടെ ഒട്ടനവധി പേര് കഴിവുള്ളവരുണ്ട്. അതിൽ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കിട്ടുള്ളൂ? യെസ്. അപ്പോ അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല. അത് അദ്ദേഹത്തിന്റെ ഉദാഹരണമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാ. കിരീടാവകാശികളില്ലാതിരുന്ന ഫ്രാൻസിന്റെ കിരീടം ഞാൻ ഏറ്റെടുത്തു. പക്ഷെ എന്നെക്കാൾ കൂടുതൽ കഴിവുള്ളവരുണ്ടായിരുന്നു. അവർ ആ അവസരം വിനിയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അധികാരിയായത്. ഞാൻ അധികാരിയായി എന്ന് പറഞ്ഞിട്ട് എന്നേക്കാൾ കഴിവുള്ളവര് ഈ രാജ്യത്ത് വേറെ ഇല്ല എന്നത് അർത്ഥമില്ല എന്ന് അദ്ദേഹം സിമ്പിളായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക.
ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത്. ശത്രു പിഴവ് വരുത്തിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം പറയുക. ഓക്കെ. എനിവേ ഈ ഡയലോഗുകളൊക്കെ PSC ചോദിക്കാറുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ചോദിക്കാറുണ്ട്. ഒന്ന് വായിച്ചു വെച്ചേക്കാം. അല്ലേ? അപ്പോ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പ്രശസ്തമായ വാക്യങ്ങൾ എന്തൊക്കെ? ഞാനാണ് വിപ്ലവം. എനിക്ക് നല്ല അമ്മമാരെ തരൂ. ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല. ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത്. സെറ്റ്. അപ്പോ നെപ്പോളിയൻ ബോണപ്പാർട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ എന്നാൽ വളരെ പ്രധാനപ്പെട്ടത്. റിവിഷൻ ചെയ്തുറപ്പിച്ചാലോ? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ജനനം ഓസ്ട്രിയയിലെ കോഴ്സിക്ക ദ്വീപിലാണ്. വിശേഷണങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു അഥവാ സന്തതി, ലിറ്റിൽ കോർപ്പറൽ, വിധിയുടെ മനുഷ്യൻ, പാകതയത്തിന്റെ മനുഷ്യൻ, ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടാണ്, ആധുനിക ഫ്രാൻസിന്റെ ശില്പി, പിന്നെ അദ്ദേഹത്തിന്റെ കുതിരയായിരുന്നു മാരംഗോ. 1799 ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഏകാധിപത്യ ഭരണം ആരംഭിച്ചു. അധികാര വിഭജനം നടപ്പിലാക്കിയില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയും അദ്ദേഹം കൈക്കൊണ്ടില്ല. അത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഇനി ഏകാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ പോലെ റോബസ്പിയറിനെ പോലെ ലൂയി ഭരണാധികാരികളെ പോലെ ഏകാധിപത്യം നടത്തിയെന്ന് വിചാരിക്കല്ലേ. അവര് ജനങ്ങളെ ദ്രോഹിച്ചിരുന്നു. പക്ഷെ ഇദ്ദേഹം ഏകാധിപത്യ ഭരണം സ്ഥാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര വിഭജനം നടപ്പിലാക്കിയില്ല എന്ന് മാത്രം. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയില്ല എന്ന് മാത്രം. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് അഥവാ സെൻട്രൽ ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. ഗതാഗത സൗകര്യങ്ങൾ അഥവാ അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിച്ചു. പുരോഹിതന്മാർക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്തി. നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയ നിയമസംഹിത തയ്യാറാക്കി. 1800 പുതിയ ഗവൺമെന്റ് രൂപീകരിച്ചു. ആ ഗവൺമെന്റിന് കോൺസുലേറ്റ് എന്ന് പേര് നൽകി. സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. 1804 ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്ഥാനമേറ്റെടുത്തു. എവിടെ വെച്ച്? നോത്രഡാം കത്തീഡ്രലിൽ വെച്ച്. 1806 ബെർലിൻ ശാസനം പുറപ്പെടുവിച്ചു. എന്തിനു വേണ്ടി? ബ്രിട്ടന് എതിരെയുള്ള സാമ്പത്തിക ഉപരോധത്തിന് വേണ്ടി. ബ്രിട്ടൻ എങ്ങനെയും തകർക്കുക, അതായിരുന്നു ലക്ഷ്യം. 1812 റഷ്യ ആക്രമിച്ചു. പക്ഷേ 1814 റഷ്യയോട് പരാജയപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തെ എൽബാ ദ്വീപിലേക്ക് നാടുകടത്തി. തിരിച്ചു വന്നെങ്കിലും 1815 ബ്രിട്ടനോട് പരാജയപ്പെട്ടു വാട്ടർലൂ യുദ്ധത്തിൽ. തുടർ എന്ത് ചെയ്തു? സെന്റ് ഹെലന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇവിടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയും ഇന്ത്യയിലെ ടിപ്പുവിനെയും പഴശ്ശിയെയും പരാജയപ്പെടുത്തിയത് ഇതേ ആർതർ വെല്ലസിൽ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനാണ്. 1821 സെന്റ് ഹെലന ദ്വീപിൽ വെച്ച് തന്നെ അദ്ദേഹം മരണമടഞ്ഞു. ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ്. അത് അറിയപ്പെടുന്നത് ലെസ് ഇൻവാലിഡ്സ് എന്നാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിക്കുക. ഇതോടുകൂടി നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ കഥയും ഇവിടെ അവസാനിച്ചു. നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പ്രശസ്തമായ വചനങ്ങൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഞാനാണ് വിപ്ലവം. എനിക്ക് നല്ല അമ്മമാരെ തരൂ. ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം. 100 ബയണറ്റുകളേക്കാൾ ശക്തമാണ് 4 പത്രങ്ങൾ. അവസരമില്ലാത്ത പക്ഷം കഴിവുകൊണ്ട് പ്രയോജനമില്ല. ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത്. സെറ്റല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. മറ്റൊരു വിപ്ലവവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, വിപ്ലവങ്ങൾ നമ്മൾ SCERT ഫാക്ട് ഉൾപ്പെടുത്തി ആധികാരികമായി പഠിക്കും. വിപ്ലവങ്ങൾ പഠിച്ചു തീർന്നതിന് ശേഷം 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവും, 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട സമാധാന സംഘടനയായ ലീഗ് ഓഫ് നാഷൻസ്, 2-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട ഐക്യരാഷ്ട്രസഭ എന്ന സമാധാന സംഘടന, ഐക്യരാഷ്ട്രസഭയുടെ ഘടകങ്ങള്, ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസികൾ 15 ഉണ്ട്. അവയും പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അന്തർദേശീയ സംഘടനകൾ ആധികാരികമായി തന്നെ നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് 2-ാം ലോക മഹായുദ്ധാനന്തരം ലോകം ലോകത്തെ 2 ചേരികളാക്കി മാറ്റിയ ശീതസമരം നടക്കുന്നത്. അതുകൂടെ പഠിക്കുമ്പോൾ ലോകചരിത്രം സമ്പൂർണ്ണമാകും. ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. കൃത്യമായ പ്രോഗ്രസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇടയ്ക്കൊന്ന് വായിച്ച് വെക്കുക, നോട്ട് എടുത്ത് ഒന്ന് വായിച്ചു വെക്കുക. പിന്നെ ഈ മേഖലയിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.